ജനങ്ങളുടെ ആവേശം അതെന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഈ സമുദായത്തിന്റെ കൂടെയുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അവരുടെ ആ വാഗ്ദാനമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എനിക്ക് അനേക കാര്യങ്ങൾ ഒരു പക്ഷെങ്കിൽ പറയാൻ കാണും. ഇന്ന് സമയം നമുക്ക് പോയിരിക്കുകയാണ്. ഏതാണ്ട് 8:45 ഇപ്പോൾ. കുറെ സമയത്തിന് ശേഷം നമുക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകണം. തിരുമേനി ഇന്ന് ന്യൂജേഴ്സിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. അപ്പം ഞാൻ ഓർത്തു ഇന്ന് വൈകിട്ടായി ഞാൻ തന്നെ ആയിരിക്കും കുർബാന ചൊല്ലി തിരുമേനി ഇവിടെ സന്നിഹിതനാകുമെന്ന്. അപ്പോൾ തിരുമേനി തന്നെ പറഞ്ഞു, ഇല്ല, ഞാൻ കുർബാന അനുഷ്ഠിക്കുന്നു, വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നു. നിങ്ങളത് ഓർക്കണം. രാവിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് പ്രസംഗമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഏതാണ്ട് 3 മണിയോടുകൂടി ഇറങ്ങി പുറപ്പെട്ടു. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നിങ്ങൾ ഞാനും ശ്രദ്ധിച്ചു കാണും, എത്ര മണിമണിയായിട്ടാണ് അദ്ദേഹത്തിന്റെ ശബ്ദം. യാതൊരു ക്ഷീണവുമില്ല. എനിക്ക് തോന്നി എനിക്ക് ക്ഷീണം, കാരണം ഞാൻ പ്രായമുള്ള ആളാണ്. തിരുമേനിക്ക് എൻ്റെ ഒപ്പം പ്രായമൊന്നുമില്ല. എന്നാലും നമുക്കറിയാം, 20 വർഷമായിട്ട് ഈ സമുദായത്തിന്റെ മെത്രാപ്പോലിത്തയായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ്. 20 വർഷം പൂർത്തിയാക്കി. ക്ഷീണിതനല്ല, കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ വഴി നടത്തും. ആ പരിശുദ്ധാത്മാവിന് വിരോധമായി ആര് പ്രവർത്തിച്ചാലും അത് നിലനിൽക്കുന്നതല്ല. അതാണ് അതിന്റെ രഹസ്യമെന്ന് പറയുന്നത്. ആ പരിശുദ്ധാത്മാവിന് വിരോധമായി പ്രവർത്തിക്കുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ് വേദപുസ്തകം പറയുന്നത്. അതൊരു സത്യമാണ്. നമ്മൾ വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നിറഞ്ഞതായ പരിശുദ്ധാത്മ ശക്തി ഈ സമുദായത്തിന് ഇനി അനേക വർഷങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകം ഓർത്തുകൊള്ളണം. ഈ സമുദായത്തെ ഇന്ന് നടത്തുന്നതായ നടത്തിപ്പ് അനേക കാര്യങ്ങൾ നിങ്ങൾ ജ്ഞാനായ മിത്രം വായിക്കുമ്പോൾ, ജ്ഞാനായ ദീപം വായിക്കുമ്പോൾ ഞാനതെടുത്ത് പ്രധാനമായിട്ട് നോക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, സമുദായ മെത്രാപ്പോലീത്തായുടെ ഒരു ലേഖനമുണ്ട്. എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെ ചുരുക്കമായിട്ട് 1 പേജിൽ അതിനകത്ത് സംക്ഷിപ്തമായിട്ട് എഴുതിയിരിക്കും. അത് കഴിഞ്ഞാൽ സമുദായ സെക്രട്ടറിയുടെ ഒരു വിശദീകരണമുണ്ട്. ഈ സമുദായത്തിൽ ഈ മാസം എന്തൊക്കെ നടന്നു, അത് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ. അപ്പൊ ദൂരെയൊക്കെ ഇരിക്കുന്നവർക്ക്, വിദേശങ്ങളിലുള്ളവർക്ക്, നാട്ടിലുള്ളവർക്ക് അവരെ അറിയുന്നതാണ്. അമേരിക്ക, കാനഡ, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്ന് വേണ്ട ഈ ലോകത്ത് ഏതെല്ലാം രാജ്യങ്ങളുണ്ടോ അവിടെയെല്ലാം നമ്മുടെ ആളുകളുണ്ട്. അവിടെയൊക്കെ ഈ ജ്ഞാനായ ദ്വീപ് എത്തുമ്പോൾ ഈ സമുദായത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് അവരുടെ മനസ്സിൽ ഒരു ചിത്രം കിട്ടുവാൻ തക്കവണ്ണം അത് പര്യാപ്തമാണ്. അങ്ങനെ അതെ, ഈ വികസന പരിപാടികളൊക്കെ നടക്കുന്നു. അതൊക്കെ ഈ രാത്രി വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളത് നല്ലതുപോലെ അറിയാം, മനപ്പാഠം പഠിച്ചിരിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, സമുദായ മെത്രാപ്പോലീത്തായിൽ നിന്ന്, വലിയ മെത്രാപ്പോലീത്തായിൽ നിന്ന് കേൾക്കുവാനായിട്ടാണ് നിങ്ങളെല്ലാം കൂടി വന്നത്. എന്നെ നിങ്ങൾ എല്ലാ ആഴ്ചയും കേൾക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ സമുദായ സെക്രട്ടറി നമ്മളോട് അല്പസമയം അദ്ദേഹത്തെ കാണുവാനും, എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നി ഇവിടെ വരുന്നല്ലേ, ഈ സമുദായം സെക്രട്ടറി ടി.ഒ. എബ്രഹാം ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നമ്മുടെ ട്രസ്റ്റി ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയും നമ്മളോട് സംസാരിക്കുകയും ചെയ്യും. ഇവരുടെ സേവനങ്ങളെ നമ്മൾ വിലമതിക്കണം. ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം ഓർക്കുന്നു. ജ്ഞാനായ സമുദായത്തിന്റെ പ്രതിസന്ധികളിൽ, കാലാകാലങ്ങളിൽ ഇതിന് നേതൃത്വം കൊടുക്കുവാനായിട്ട് ആളുകൾ മുൻപോട്ട് വന്നിട്ടുണ്ട്. അത് പെട്ടെന്നുണ്ടാകുന്നതായ ഒരു നമ്മൾ പറയുന്നത് പ്രത്യക്ഷപ്പെടല. ഈ ഏബ്രഹാമിനെ ഞാൻ അറിയും. അനേക വർഷങ്ങൾക്ക് മുമ്പ് ജ്ഞാനായ സമുദായത്തിന്റെ വലിയ മെത്രാപ്പോലീത്ത ക്ലീമീസ് തിരുമേനിയുടെ കാലത്തെ അദ്ദേഹം അസോസിയേഷൻ വരും. ഞാനും അസോസിയേഷൻ സംബന്ധിക്കുമ്പോൾ അവിടെ ശാന്തമായിട്ട് ഇരുന്ന് വലിയ അഭിപ്രായങ്ങളൊന്നും പറയാതെ തുരുത്തിക്കാട്ട് പള്ളിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളാണ്. അവിടെ വന്നിരുന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അങ്ങ് കടന്നുപോകും.
ആ ആളിനെ കുറെ കാലങ്ങൾക്ക് ശേഷം ഇന്ന് നാം കാണുന്നത് നസ്രാണി സിംഹം എന്നറിയപ്പെട്ടിരുന്ന ഇടവഴിക്കൽ EM ഫിലിപ്പോസ്. അദ്ദേഹത്തെ ചുമ്മാതെ പറഞ്ഞതല്ല നസ്രാണി സിംഹം എന്ന്. അതിൻ്റെ ഒരു കാരണമുണ്ട്. അദ്ദേഹം ഗർജിക്കുന്ന സിംഹമായി. മലങ്കര സഭയിൽ മാർത്തോമാ സഭയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ പാലക്കുന്നത്തെ മൊറത്താനാസിയോസ് മെത്രാപ്പൊലീത്ത പ്രഗത്ഭനാണ്. അദ്ദേഹത്തിനെതിരായിട്ട് കേസ് നടത്തിപ്പിന് പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് ഇടവഴിക്കൽ EM ഫിലിപ്പോസായിരുന്നു. ക്നാനായക്കാർ അതിൽ ഉൾപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അവർ പ്രധാന ധരണിയിലില്ല. അന്ന് മലങ്കര സഭയ്ക്ക് വേണ്ടി മോർ ദിവന്യാസോസ് മെത്രാപ്പൊലീത്ത മലങ്കര സഭയുടെ മെത്രാപ്പൊലീത്തയാണ്. അദ്ദേഹവും പാലക്കുത്തന്ത് മെത്രാപ്പൊലീത്ത അത്താനാസിയോസ് തിരുമേനിയുമായിട്ടുള്ള ആ വടംവലിയിൽ ഈ EM ഫിലിപ്പാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ പോലെ പണമൊന്നുമില്ല. കഷ്ടിച്ചാണ് കാര്യങ്ങൾക്ക് നടത്തും. ആലപ്പുഴ കോടതിയിൽ പോകണമെങ്കിൽ ഹോട്ടലിൽ നിന്നും താമസിക്കുവാനുള്ള കഴിവൊന്നുമില്ല. ആലപ്പുഴ ഒരു വലിയ പള്ളിയുണ്ട്. ആ പള്ളിയുടെ പള്ളിമുറിയിൽ കിടക്കുമായിരുന്നു മെത്രാപ്പൊലീത്തായും. ഒരിക്കൽ അദ്ദേഹം രാത്രിയിൽ കിടക്കുമ്പോൾ രാവിലെ പ്രഭാത ഭക്ഷണത്തിന് വകയില്ല. ആ കാര്യം EM ഫിലിപ്പോസും തൻ്റെ കൂടെയുള്ള ഒരാളും കൂടെ സംസാരിക്കുന്നത് മെത്രാപ്പൊലീത്ത മുറിയിൽ കിടന്ന് കേട്ടു. അദ്ദേഹം രാത്രിയിൽ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു, ഇവർക്ക് ഞാൻ എന്താണ് കൊടുക്കേണ്ടത്? ഇവരെന്റെ പുറകെ ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ടാണല്ലോ ഇവർക്ക് ഇങ്ങനെ ഒക്കെ ഉണ്ടായത്. പക്ഷേ ആ കേസിൽ മലങ്കര മെത്രാപ്പൊലീത്ത മോർ ദിവന്യാസോസ് ജയിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഞാനിത് സൂചിപ്പിച്ചത് അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന്റെ പടവും ദിവന്യാസോസ് മെത്രാപ്പൊലീത്തായുടെ പടവുമുള്ള ഒരു ചിത്രം നമ്മുടെ അസോസിയേഷൻ ഹാളിൽ കാണുവായി. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പഴയ കാലത്തുണ്ട്. അദ്ദേഹം ഈ വിധി ദിവന്യാസോസ് മെത്രാപ്പൊലീത്തായിക്ക് വായിച്ച് സമർപ്പിക്കും. പ്രിയമുള്ളവര്, മലങ്കര സഭയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളുകൾ. ഇന്ന് ഞാൻ ഈ ടിഒ എബ്രഹാമിനെ കാണുമ്പോൾ അതുപോലെയുള്ള ഒരു വലിയ ദൗത്യം നിർവഹിക്കുവാനുള്ള ആളാണ്. ഞാനിത് പറയുമ്പോൾ ഇദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്നതല്ല. അദ്ദേഹം താഴണം, തൻ്റെ തല കുനിയണം. കാരണം ദൈവം തന്നെ ഉയർത്തിയിട്ടുള്ളത്. ദൈവം ഉയർത്തിയത് എന്തിനാണെന്നറിയാമോ? തന്നെ കൊണ്ടൊരു ദൗത്യം ഈ സമുദായത്തിന് നിർവഹിക്കുവാൻ. അത് പൂർത്തിയാക്കുന്നത് വരെ നിൽക്കേണ്ടതായ ഉത്തരവാദിത്വമുണ്ട്. അത് നിൽക്കണമെങ്കിൽ നമ്മൾ പിടിച്ചു നിൽക്കുവാനുള്ള ധൈര്യം, അതിനുള്ള ആർജവം ലഭിക്കുന്നത് പരിശുദ്ധ റൂഹായിരുന്നു. അതുകൊണ്ട് സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഈ സമുദായം എന്ന് ഒരിക്കലും താഴേക്കോ അല്പമെങ്കിലും മോശമായ രീതിയിലോ പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം ദൈവത്തിന് ഇതിനെക്കുറിച്ചൊരു ഉദ്ദേശം. അതുകൊണ്ടാണ് നമ്മൾ AD 345 മലങ്കരയിൽ വന്നത്. മലങ്കരയിൽ വരുമ്പോൾ നമുക്കുണ്ടായിരുന്ന അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും, ഞാൻ എൻ്റെ BD ഡിഗ്രിയുടെ തീസീസ് കൊടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ